ഹലോ ഗൈസ്, ഞങ്ങളിന്ന് കോഴിക്കോടേക്ക് പോയിട്ട് നിൽക്കുകയാണ്. കോളേജിൽ നിന്ന് വേറെ ആരും വന്നിട്ടില്ല. അതാ ഞങ്ങളിപ്പോൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കണം. ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മേടിക്കാനാണ് പോണത്. അപ്പോൾ ഇതാ ഞങ്ങളെ ട്രെയിൻ ഏകദേശം എത്താനായി. ഏകദേശം ഒരു 3/4 മണിക്കൂറോടെ ലേറ്റായിരുന്നു ട്രെയിന്. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. അതുവരെ ട്രെയിനിൻ്റെ വരവ് കണ്ടാൽ തന്നെ മനസ്സിലാവാം വെറുതെ അല്ല ലേറ്റായി പോയതെന്ന്. അത്രയും കഷ്ടപ്പെട്ടിട്ടുള്ള വരവായിട്ടുണ്ട്. അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിലും ട്രെയിൻ അവസാനം എത്തി. ഞങ്ങൾ കയറി. ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് ഫസ്റ്റായിരുന്നു. അതിൽ ഇല്ല, നല്ല തിരക്കുള്ള ട്രെയിനായിരുന്നു. അപ്പോൾ അങ്ങനെ കുത്തിത്തിരിക്കുന്നാലും ലേഡീസ് കമ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ സേഫ് ആണെന്ന് വിചാരിച്ചത്. 1:45 ഞങ്ങൾ ട്രെയിൻ കയറുന്നത്. ഇപ്പോൾ ഇതാ 2:45 3 മണിയാകുമ്പോഴത്തേനും ട്രെയിൻ ഇതാ കോഴിക്കോട് എത്തി. അപ്പോൾ ഇങ്ങനെ പോകണമെങ്കിൽ ട്രെയിൻ പഠിച്ചിട്ട് പൈലറ്റിനൊക്കെ ഉണ്ട്. അവർ ഒരു ഹൈ ഒക്കെ തന്ന് ഹലോ കടിക്ക് ചോദിച്ചപ്പോൾ ഒട്ടും ജാടല്ലാത്ത ഒരാളായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ SM സ്ട്രീറ്റ് കണ്ടു പോകുന്നത്. കോളേജിൽ നിന്ന് ചെറിയൊരു ട്രിപ്പ് ഉണ്ട്, കാശ്മീർക്കാണ് ട്രിപ്പ്. അപ്പോൾ അതിൻ്റെ വ്ളോഗ്സ് ഇങ്ങനെ തൊട്ടേ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഓരോ സ്വെറ്ററും കാര്യങ്ങളും കുറേ ഡ്രസ്സൊക്കെ നോക്കിയെങ്കിൽ പോലും അവസാനമായി നോക്കണമെന്ന് എടുത്തിട്ടില്ല. അതെല്ലായിടത്തിലാണ് വാസ്ത. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും കുറേ ഷോപ്പിൽ കയറി അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി. ഞങ്ങൾ രണ്ടാളും മാത്രമായതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അവിടെ കണ്ട ഓരോ കാര്യങ്ങളും എല്ലാ ഷോപ്പിലും ഞങ്ങൾ അടിച്ച് പെറുക്കി കയറിയിരുന്നു. അവസാനം ഒരു 4:10 ട്രെയിനാണ് തിരിച്ച് വരാൻ വിചാരിച്ചത്. ഞങ്ങൾ നോക്കലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ തന്നെ വിചാരിച്ചു ഇപ്പോൾ ട്രെയിൻ കിട്ടില്ലേ. അങ്ങനെ ആ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ വീണ്ടും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്ത് കുറേ കറുത്തും ചെയ്ത് അതാണ് ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങൾ. അത്യാവശ്യം ഭയങ്കര തിരക്കുണ്ട് കേട്ടോ ട്രെയിനിൽ. വൈകുന്നേരം ആയതുകൊണ്ട് കോളേജ് പിള്ളേരും ബാക്കി ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആയിട്ട് കുറേ ആൾക്കാരാണ്. അത്യാവശ്യം കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ നട്ടിച്ച് നേരത്തെ പോയത്. അപ്പോൾ പോണ പോലത്തെ പോക്കെല്ലാം തിരിച്ച് വന്നപ്പോൾ കറുത്തിട്ട് ഒരു കഥയായിരുന്നു. ഈ കാണുന്ന ആൾക്കാരൊക്കെ ഇതാ ആ ട്രെയിനിൽ കയറാനുള്ള ആൾക്കാർ. ആകെ 1-2 മിനിറ്റാണ് ട്രെയിൻ നിർത്തിയിരുന്ന ടൈം. അപ്പോൾ ഇതാ ഞങ്ങൾ ട്രെയിനിൽ കയറി. ഇതും ലേഡീസ് തന്നെ ആയിരുന്നു. അപ്പോൾ തിരക്ക് വളരെയധികം കുറവായതുകൊണ്ടും ആൾക്കാരധികം ഇല്ലാത്തതുകൊണ്ടും ഞങ്ങൾക്ക് ഇതാ ഡോറിൻ്റെ അവിടെ തന്നെ ആ സീറ്റ് കിട്ടിയത്. അത്രയും നേരം കോഴിക്കോട് മുതൽ തിരൂർ വരെ നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നത്. പിന്നെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കയറിയത് നോൺ സ്റ്റോപ്പ് ട്രെയിനാണ്. ഏകദേശം കോഴിക്കോട് നിർത്തിയിട്ട് പിന്നെ സ്റ്റോപ്പ് വന്നത് പരപ്പനങ്ങാടിയാണ്. ബാക്കി എവിടെ പരപ്പനങ്ങാടിയിൽ പിന്നെ വന്ദേ ഭാരത് എക്സ്പ്രസ് പോകാനുണ്ട്. കുറച്ച് നേരം പിടിച്ചിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ട്രെയിൻ എടുത്ത് പിന്നെ താന്നൂരാണ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. താന്നൂർ കുറച്ച് ആൾക്കാർ ഇറങ്ങാണ്ടായിരുന്നു. പിന്നെ തിരൂരായിരുന്നു. അങ്ങനെ ഞങ്ങളും തിരൂർക്ക് പോയിട്ട് അവസാനം ബസ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം. ഓക്കെ, ബൈ.